ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാതിവില സ്കൂട്ടർ വിവാദവുമായി ബന്ധപ്പെട്ട് എൻ രാധാകൃഷ്ണനെ കുറിച്ച് ഒരു ആരോപണവും വന്നിട്ടില്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ബജറ്റിലെ അവഗണനയിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ജീവനക്കാരുടെ പ്രതിഷേധ ധർണ. തദ്ദേശ ഭരണം ഇല്ലാതാക്കുന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ മുസ്ലിം ലീഗ്. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവർ അനുഭവിക്കുന്ന നീതി നിഷേധത്തിനെതിരെ പരിവാർ കേരള ധർണാ സമരം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. പാതിവില സ്കൂട്ടർ വിവാദവുമായി ബന്ധപ്പെട്ട് എൻ രാധാകൃഷ്ണനെ കുറിച്ച് ഒരു ആരോപണവും വന്നിട്ടില്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. അദ്ദേഹത്തിന് ട്രസ്റ്റ് ഉണ്ട് എന്നത് സത്യമാണെന്നും എന്നാൽ അതിന് ബിജെപിയുമായി ബന്ധമൊന്നുമില്ലെന്നും സുരേന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു. എൻ രാധാകൃഷ്ണൻ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. വളരെ വർഷങ്ങളായിട്ട് പൊതുരംഗത്തുള്ള ഒരാളാണ്. അദ്ദേഹം ഇന്നലെ വിശദമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ശ്രീ എൻ രാധാകൃഷ്ണൻ ഒരു ട്രസ്റ്റ് ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ ആ ട്രസ്റ്റുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ട്രസ്റ്റാണ്. പക്ഷെ ആ ട്രസ്റ്റ് ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി മാത്രമാണ് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്. സോഫാർ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണവും എവിടുന്നും ഉയർന്നിട്ടില്ല. ഉയരാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇപ്പോഴേ സംശയിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞതിനെയാണ് പാർട്ടി ഇപ്പോൾ മുഖവിലേക്ക് എടുക്കുന്നത്. പിന്നെ ഈ കേസ് അന്വേഷിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ പോലീസാണ്. അവർ വിശദമായിട്ട് അന്വേഷിക്കും. ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന തട്ടിപ്പുകാരൻ ഏതൊക്കെ രീതിയിലാണ് ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളെ കബളിപ്പിച്ചിരിക്കുന്നത്. ആ കൂട്ടത്തിൽ കബളിപ്പിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ശ്രീ എൻ രാധാകൃഷ്ണന്റെ ട്രസ്റ്റ് എന്നുള്ള കാര്യവും നമുക്കറിയാം. അതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷം എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉന്നയിക്കാനുണ്ടെങ്കിൽ ആ സമയത്ത് അതിന്റെ ക്ലാരിഫിക്കേഷൻ തരും. ഇപ്പോൾ ശ്രീ സൈൻ എന്ന് പറയുന്ന സ്ഥാപനത്തെയും ശ്രീ എൻ രാധാകൃഷ്ണനെയും സംശയിക്കാനായിട്ടുള്ള ഒരു കാര്യവും പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ടില്ല. പോലീസിനും അങ്ങനെ എന്തെങ്കിലും ലഭിച്ചതായിട്ട് തോന്നുന്നില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബജറ്റിലെ അവഗണനയിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ജീവനക്കാർ പ്രതിഷേധിച്ചു. സിവിൽ സ്റ്റേഷനിൽ നടന്ന പ്രതിഷേധ പരിപാടി SNPS-EC സംസ്ഥാന വൈസ് പ്രസിഡന്റ് EV വിജേഷ് ഉദ്ഘാടനം ചെയ്തു. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽപ്പെട്ട ജീവനക്കാർ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവ് കേരളയുടെ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും പ്രതിഷേധ സമരം നടത്തി. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ജീവനക്കാർക്ക് നിലവിലെ കുടിശ്ശിക അനുവദിക്കാൻ 600 കോടി രൂപ സർക്കാർ അനുവദിച്ചെങ്കിലും മാസം 1000 രൂപ പോലും തികച്ചു കിട്ടാതെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽപ്പെട്ട് വിരമിച്ച ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി, മെഡിസപ്പ് എന്നിവ അനുവദിക്കുന്നത് ബജറ്റിൽ പാടെ അവഗണിച്ചു. പ്രതിഷേധം സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവ് കേരളയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ EV വിജേഷ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് P ഹരീഷ് അധ്യക്ഷത വഹിച്ചു. K പ്രജിത്ത് കുമാർ, PK റഹീസ്, K സുജിത്ത്, MT നൌഷാദ്, പ്രദീപ് കുമാർ, നീരജ ഗോപാൽ, P ഗീത, റഷീദ് പാഷ എന്നിവർ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തദ്ദേശ ഭരണം ഇല്ലാതാക്കുന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ മുസ്ലിം ലീഗ്. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി സംസ്ഥാന സെക്രട്ടറി N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. അധികാര വികേന്ദ്രീകരണം ഇല്ലാതാക്കി തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെ ജില്ലയിലെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. മാനദണ്ഡം പൂർണ്ണമായും ലംഘിച്ച് പ്രസിദ്ധീകരിച്ച വാർഡ് വിഭജനം റദ്ദാക്കണമെന്നും ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം അടച്ചുപൂട്ടണമെന്നും ആവശ്യപ്പെട്ടു.
സമരം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട പോലെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് 7500 കോടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്. പക്ഷേ ഇനി ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ 2 മാസം മാത്രമാണുള്ളത്. ഈ 7500 കോടിയുടെ പകുതി പോലും ഇതിനകം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് നൽകിയിട്ടില്ല. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിന്നെ എങ്ങനെ പ്രവർത്തിക്കും? നിങ്ങൾ അധികാര വികേന്ദ്രീകരണ രംഗത്ത് വലിയ സംഭാവനകൾ അർപ്പിച്ചു എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇടതുപക്ഷ ജനപ്രതിനിധികൾ വരെ വലിയ നിരാശയിലാണ്. കാരണം ഇത്രയേറെ പഞ്ചായത്തുകളെ അവഗണിച്ച ഒരു സർക്കാർ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ, LGML സംസ്ഥാന പ്രസിഡന്റ് K ഇസ്മായിൽ, ജനറൽ സെക്രട്ടറി PK ഷറഫുദ്ദീൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി OP നസീർ, അർഷുൽ അഹമ്മദ്, A സഫറി വെള്ളയിൽ, PTM ഷറഫുന്നിസ, KC മുജീബ് റഹ്മാൻ, VP ഇബ്രാഹിം കുട്ടി, VP കബീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവർ അനുഭവിക്കുന്ന നീതി നിഷേധത്തിനെതിരെ പരിവാർ കേരള ധർണ നടത്തി. കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഡോക്ടർ TP മെഹ്റൂഫ് രാജ് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഓട്ടിസം, മസ്തിഷ്ക തളർവാദം, ബുദ്ധിപരിമിതി, ബഹുപരിമിതികൾ എന്നീ 4 തരം ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പരിവാർ കേരളയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കളക്ടറേറ്റിന് മുൻപിൽ ധർണ നടത്തി. ആശ്വാസ കിരണം ഭത്ത വർദ്ധിപ്പിച്ച് അവ കൃത്യമായി വിതരണം ചെയ്യുക, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക, വിദ്യാഭ്യാസ മേഖലയിലെ കടുത്ത വിവേചനം അവസാനിപ്പിക്കുക, തൊഴിലും സ്വാശ്രയ ജീവിതവും ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ പരിവാർ കേരള പ്രവർത്തകർ ഉന്നയിച്ചു. സംഗീത സാന്ത്വന ചികിത്സയുടെ പ്രചാരകനായ ഡോക്ടർ TP മെഹ്റൂഫ് രാജ് ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും നമ്മുടെ സമൂഹത്തിന് പൗരധർമ്മമോ ബോധമോ മൂല്യബോധമോ ഉണ്ടാവാറില്ല. ഈ കമ്പോളവൽകൃതമായ സമൂഹത്തില് മനുഷ്യൻ മറ്റു പലതിന്റെ പുറകിലോട്ട് ഓടുമ്പോൾ ഈ ഭരണകൂടങ്ങളൊക്കെ സംഭവിക്കുന്നത് അവർ ഗാലറിക്ക് വേണ്ടി കളിക്കുകയാണ്. പത്രക്കാർക്ക് മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങളും അതുപോലെ താൽക്കാലികമായ നേട്ടത്തിന് ആവശ്യമായ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്ലേയിങ് ടു ദി ഗാലറീസ് ഇംഗ്ലീഷിൽ ഒരു ഫ്രേസ് ഉണ്ട്, ശൈലിയുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ സത്യത്തിൽ അതിന്റെ നമ്മുടെ പുറകിലൂടെ ഇത്രമാത്രം സമൂഹത്തിന്റെ ഉള്ളിനുള്ളിലേക്ക് കയറേണ്ട ഒരു സങ്കല്പവും ഒരു സേവന മനസ്സിനെയും പുറംവാതിലൂടെ നഷ്ടപ്പെട്ടു പോവുകയാണെന്നുള്ളതാണ്. ദേശീയ പരിവാർ നിർവാഹക സമിതി അംഗം പ്രൊഫസർ K കോയട്ടി, പരിവാർ കേരള സെക്രട്ടറി സുലൈഖ അബൂട്ടി, DAPL സെക്രട്ടറി അബ്ദുൽ അസീസ്, വികലാംഗ അസോസിയേഷൻ പ്രസിഡന്റ് സൈനുദ്ദീൻ മടവൂർ, മാധ്യമപ്രവർത്തകൻ കമാൽ വരദൂർ, ഭിന്നശേഷിക്കാരി ആയിഷ ഹന്ന കൊടിയത്തൂർ, ജില്ലാ പരിവാർ പ്രസിഡന്റ് ഡോക്ടർ DK ബാബു, ജനറൽ സെക്രട്ടറി KP അനിരുദ്ധൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നാട്ടൊരുമ മണക്കടവ് ഒരുക്കുന്ന വയോജനങ്ങൾക്കുള്ള തിരുവനന്തപുരം യാത്ര ഫെബ്രുവരി 10 പുറപ്പെടും. സംഘത്തിന്റെ യാത്രാ പരിപാടികൾ 10 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ശാരുതി ഫ്ളാഗ് ഓഫ് ചെയ്യും.
സംഘടന കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തിൽ സജീവമായി ഇടപെടുകയും പ്രത്യേകിച്ച് വയോജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും അവരുടെ കാര്യങ്ങളിലുമൊക്കെ ക്രിയാത്മകമായി ഇടപെടുകയും അതിനനുസരിച്ചുള്ള ഒരു സ്വാധീനം അവിടെ ഉണ്ടാക്കാൻ സാധിക്കും. ഞാനൊക്കെ മുൻകൈ എടുത്തത് സംഘടനയുടെ പേരിൽ 2 അസീന അസീസ് എന്ന് പറയുന്ന നമ്മുടെ മെമ്പറും അതുപോലെ തന്നെ ഷാജി പനങ്ങാവിന്റെ നേതൃത്വത്തിലാണ്. നിയമസഭാ നടപടികൾ നേരിൽ കാണുക, സെക്രട്ടേറിയറ്റ് സന്ദർശനം, മുഖ്യമന്ത്രി, സ്പീക്കർ, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവരോടൊപ്പം ഫോട്ടോഷൂട്ട്, രാജ്ഭവൻ സന്ദർശനം, KSRTCയുടെ തുറന്ന ബസ്സിൽ നഗര കാഴ്ച ആസ്വദിക്കുക എന്നിവയാണ് യാത്രയുടെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് നാട്ടൊരുമ ഭാരവാഹികൾ പറഞ്ഞു. 70 വയസ്സിന് മുകളിലുള്ള 38 പേർ യാത്രയിൽ പങ്കെടുക്കും. ഫെബ്രുവരി 10 പുറപ്പെട്ട് 12 തിരിച്ചെത്തുന്ന രീതിയിലാണ് യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. മുതിർന്ന ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത് വീടിന്റെ അകത്തളങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ഇവരെ പുറത്തു കൊണ്ടുവന്നു ഞങ്ങൾ വിവിധ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാന പരിപാടിയാണ് പഴയ രാഷ്ട്രീയക്കാരായ 70, നമ്മളൊരു മാനദണ്ഡമേ ഉള്ളൂ, 70 കഴിഞ്ഞ ആളുകൾ, അത് 90, 85 വയസ്സുള്ള ആളുകളെ നിയമസഭ ബഡ്ജറ്റ് സമ്മേളനം നടക്കുന്ന ഈ സമയത്ത് ബഡ്ജറ്റ് സമ്മേളനം നേരിൽ വീക്ഷിക്കുന്നതിനും. വാർത്താ സമ്മേളനത്തിൽ ഷാജി പനങ്ങാവിൽ, ഹസീന അസീസ് പൊയിലിൽ, അഷറഫ് മണക്കടവ്, P. യാസർ അറാഫത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു വടക്കൻ വീരഗാഥ എന്ന ക്ലാസിക് ചിത്രം ദൃശ്യ ശബ്ദ മികവോടെ വീണ്ടും തിയേറ്ററുകളിൽ. 1989 പുറത്തിറങ്ങിയ ചിത്രം 4K അറ്റ്മോസ് ഡോൾബി സൗണ്ടോടെയാണ് വീണ്ടും റിലീസ് ചെയ്തത്. മലയാള സിനിമയിൽ ഐതിഹാസിക സ്ഥാനമാണ് ഒരു വടക്കൻ വീരഗാഥയ്ക്ക്. നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ റിലീസ് ചെയ്ത ചിത്രം എത്തിയപ്പോൾ മുൻപ് കണ്ടു മറന്നെന്ന തോന്നലില്ലാതെ തികച്ചും പുതുമയോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. പ്രതീക്ഷിച്ചതിനും അപ്പുറത്തുള്ള സംതൃപ്തിയാണ് റീമാസ്റ്റർ ചെയ്ത പടം കണ്ടപ്പോൾ അനുഭവപ്പെട്ടതെന്ന് കോഴിക്കോട്ടെ പ്രമുഖ വ്യവസായി ഷെവലിയർ C. ചാക്കുണ്ണി പറഞ്ഞു. ചിത്രത്തിന്റെ ചിത്രീകരണ അനുഭവങ്ങളും അദ്ദേഹം പങ്കുവച്ചു. വടക്കൻ വീരഗാഥ മുൻകാലങ്ങളിൽ കണ്ടവരും കാണാത്തവരുമായ പഴയതും പുതിയതുമായ പ്രേക്ഷകരും ചലച്ചിത്ര പ്രവർത്തകരും പുതിയതായി വരുന്ന അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും അണിയർ ശില്പികളെല്ലാം കണ്ടിരിക്കണം. നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് അക്കാലത്ത് ആ ചിത്രം ചിത്രീകരിച്ച് മനോഹരമായിരിക്കുന്നു. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ PV ഗംഗാധരൻ നിർമ്മിച്ച ക്ലാസിക് ചിത്രം 1989 ഏപ്രിൽ 14 തിയേറ്ററുകളിൽ എത്തിയത്. S Cube ഫിലിംസ് ആണ് വീണ്ടും ചിത്രം തിയേറ്ററുകളിൽ എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ ഓർഫണേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ജീവിതശൈലി രോഗപരിശോധനകളും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമുള്ള പരിശോധനകളും നടത്തി. നിരവധി ആളുകൾ പരിശോധനകൾക്കായി ക്യാമ്പിലെത്തി. ബേപ്പൂർ ഓർഫണേജ് കമ്മിറ്റിയും കോഴിക്കോട് ഓൾ ഇന്ത്യ മെഡിക്കൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും കല്ലായി ഇക്ര ഹോസ്പിറ്റലും കോഴിക്കോട് ഐ ഫൗണ്ടേഷനും ജില്ലാ പഞ്ചായത്ത് സ്നേഹസ്പർശവും മലബാർ ഗോൾഡൻ ഡയമണ്ട്സും സംയുക്തമായാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കണ്ണു പരിശോധന, ഹൃദയ പരിശോധന, ബ്ലഡ് ഷുഗർ, പ്രഷർ, സിറം കൊളസ്ട്രോൾ, സിറം ക്രിയാറ്റിൻ, ECG എന്നീ സേവനങ്ങളും യൂറിൻ ആൽബുമിൻ, യൂറിൻ ഷുഗർ, ഹൈറ്റ്, വെയ്റ്റ് എന്നീ സേവനങ്ങളും ക്യാമ്പിൽ സൗജന്യമായി നൽകി. ബേപ്പൂർ പുളിമുട്ടിനടുത്ത് ഓർഫണേജ് അങ്കണത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പരിപാടിയിൽ ഓർഫണേജ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി KK കോയ അധ്യക്ഷത വഹിച്ചു. TK അബ്ദുൽ ഗഫൂർ, ഓർഫണേജ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് OK ഷഹീദ്, AIMI ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ T ജ്യോതിലക്ഷ്മി, EK ഷാഹുൽ ഹമീദ്, B കുഞ്ഞാമുക്കോയ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രീ വളയനാട് ദേവീ ക്ഷേത്ര മഹോത്സവം വിവിധ പരിപാടികളോടെ പുരോഗമിക്കുന്നു. പ്രധാന വേദിയിൽ ടീം മാനവേദയുടെ സെമി ക്ലാസിക്കൽ ഡാൻസും മറ്റ് നൃത്ത പരിപാടികളും അരങ്ങേറി. ശ്രീ വളയനാട് ക്ഷേത്രോത്സവം കോഴിക്കോട് നഗരത്തിന്റെ ആഘോഷമായി മാറുന്ന പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ്. ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞാൽ അവസാനിക്കുന്നതുവരെ ഭക്തരുടെ നിറഞ്ഞ പങ്കാളിത്തമാണ് ചടങ്ങുകളിൽ. കലാപരിപാടികളിൽ പ്രശസ്തരും പ്രാദേശിക കലാകാരന്മാരും ഒരുപോലെ വേദിയിലെത്തും. 2 വേദികളിലായാണ് കലാപരിപാടികൾ അരങ്ങേറുന്നത്. ഉത്സവത്തിന്റെ 2ാം ദിവസം ടീം മാനവേദ സെമി ക്ലാസിക്കൽ നൃത്തം അവതരിപ്പിച്ചു.
നായരുടെ കൊറിയോഗ്രാഫിയിൽ ദീപ അനിൽ, സ്വപ്ന അരവിന്ദ്, രമ്യ CT, രുഗ്മ കോമുള്ളിൽ, മഞ്ജു ശ്യാം, മിനി നായർ, മഞ്ജുഷ രതീഷ്, ശ്രീജ സതീഷ്, ആരതി E, ആതിര സൂരജ് എന്നിവർ വേദിയിലെത്തി. ശ്രീ വളയനാട് ഭക്തജന സമിതിയുടെ കരോക്കെ ഭക്തി ഗാനസുധ, മഞ്ചീരം സ്കൂൾ ഓഫ് ഡാൻസിന്റെ സെമി ക്ലാസിക്കൽ നൃത്തം, ശ്രീലക്ഷ്മി നൃത്ത സംഗീത വിദ്യാലയത്തിന്റെ ക്ലാസിക്കൽ നൃത്തം, കോട്ടയ്ക്കൽ ശ്രീരാഗം നൃത്ത കലാ വിദ്യാലയത്തിന്റെ മോഹിനിയാട്ടം എന്നിവയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഫറോക്ക് പൂതേരി ഇല്ലം ഭദ്രകാളി ക്ഷേത്രത്തിലെ പുരാതന സർപ്പക്കാവിന്റെ പ്രതിഷ്ഠാദിന ഉത്സവം ഫെബ്രുവരി 19 നടക്കും. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പൂതേരി ഇല്ലം ടെമ്പിൾ ട്രസ്റ്റ് ഭാരവാഹികൾ. ഫറോക്ക് പൂതേരി ഇല്ലം ക്ഷേത്രം നടത്തിപ്പിനായി പുതിയ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചതായും പൂതേരി ഇല്ലം ടെമ്പിൾ ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. M ശശിധരൻ, അഡ്വക്കേറ്റ് അനിൽകുമാർ, പ്രജീഷ് പള്ളിയിൽ, K ജിത്തുരാജ്, T ശ്യാമപ്രസാദ്, MA ആനന്ദ്കുമാർ, KC ബോബീഷ് എന്നിവരാണ് ഭാരവാഹികൾ. അപർണ M കുമാർ, രാജീവ് മേനോൻ, അനുപമ വിജയകുമാർ, ഡോക്ടർ M സുധീഷ് കുമാർ എന്നിവർ പൂതേരി ഇല്ലം ട്രസ്റ്റ് ഭാരവാഹികളായും പ്രവർത്തിക്കുന്നു. പൂതേരി ഇല്ലം ഭദ്രകാളി ക്ഷേത്രത്തിലെ സർപ്പക്കാവിന്റെ പ്രതിഷ്ഠാദിന ഉത്സവം ഫെബ്രുവരി 19 നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പൂതേരി ഇല്ലം ട്രസ്റ്റ് ചെയർപേഴ്സൺ അപർണ M കുമാർ, ഭദ്രകാളി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ M സുധീഷ് കുമാർ, K ജിത്തുരാജ്, M ശശിധരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ആസ്റ്റർ മിംസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ടുഗദർ വി ക്യാൻ ക്യാമ്പയിൻ ആരംഭിച്ചു. നമുക്കൊരുമിച്ച് ക്യാൻസറിനെതിരെ പോരാടാമെന്ന സന്ദേശത്തോടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ് ക്യാമ്പയിൻ. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ക്യാൻസർ വരാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാനും നേരത്തെ തിരിച്ചറിഞ്ഞ് അവയെ നിയന്ത്രിക്കാനും ആവശ്യമായ മെഡിക്കൽ സഹായത്തിനും വേണ്ടി കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ നമുക്കൊരുമിച്ച് ക്യാൻസറിനെതിരെ പൊരുതാം എന്ന സന്ദേശത്തോടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ടുഗദർ വി ക്യാൻ ക്യാമ്പയിൻ ആരംഭിച്ചു. ഓങ്കോളജി വിഭാഗത്തിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ക്യാൻസറിനെ അതിജീവിച്ചവരുടെ സംഗമം ആസ്റ്റർ മിംസ് CMS ഡോക്ടർ എബ്രഹാം മാമൻ ഉദ്ഘാടനം ചെയ്തു. I wish the Department of Oncology, Oncosurgery and the others, Aster volunteers, all the best. And I assure you that on behalf of Aster Mims, you have our full support. നിരവധി കാരണങ്ങളാൽ പല ക്യാൻസർ രോഗികളും അവസാന സ്റ്റേജുകളിലാണ് ചികിത്സയ്ക്കായി ആശുപത്രികളിൽ എത്തുന്നത്.
അപ്പോഴേക്കും രോഗം ഗുരുതരമാകുകയും പലപ്പോഴും മരണമടയുകയും ചെയ്യും. പല ക്യാൻസറുകളും നേരത്തെ കണ്ടെത്തി ചികിത്സ തേടിയാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമെന്ന് മെഡിക്കൽ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ KV ഗംഗാധരൻ പറഞ്ഞു. ചടങ്ങിന് ഡോക്ടർ ശ്രീലേഷ്, ഡോക്ടർ അരുൺ ചന്ദ്രശേഖരൻ, ഡോക്ടർ സലീം, ഡോക്ടർ ഫഹീം അഹമ്മദ്, ഡോക്ടർ അബ്ദുള്ള, ഡോക്ടർ സതീഷ്, ഡോക്ടർ അബ്ദുൾ മാലിക്, ഡോക്ടർ സജ്ന, ഡോക്ടർ ശ്വേത, ഡോക്ടർ സച്ചിത് ബാബു, ഡോക്ടർ മിഹിർ മോഹനൻ, ഡോക്ടർ സുദീപ് വാനിയത്, ഡോക്ടർ ശ്രീരാജ് രാജൻ, ഡോക്ടർ കേശവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ST ഫിലിമിന്റെ ബാനറിൽ ST ഫിലിം ഗ്രൂപ്പ് നിർമ്മിക്കുന്ന അലകടൽ എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായതായി അണിയറ പ്രവർത്തകർ. ബാലു CK ആണ് രചനയും സംവിധാനവും. ചിത്രം ഫെബ്രുവരി അവസാന വാരം പ്രദർശനത്തിനെത്തുമെന്ന് സിനിമാ പ്രവർത്തകർ അറിയിച്ചു. പലവിധ രാസവസ്തുക്കൾ ഉപയോഗിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മത്സ്യങ്ങളാണ് നമ്മുടെ വീടുകളിൽ എത്താറുള്ളത്. പക്ഷെ നമ്മുടെ ഈ കടലിൽ പിടിക്കുന്ന മത്സ്യങ്ങളൊന്നും നമ്മുടെ വീടുകളിൽ എത്താറില്ല. അപ്പം അതിന് ആസ്പദമായി അതിനെ എതിർത്തുകൊണ്ട് ഒരു വിഭാഗം നല്ലവരായ ജനങ്ങൾ അതിനെതിരെ ശക്തമായി പോരാടുകയും അതിനെ പ്രതികരിക്കുന്ന ഈ ഭൂർഷാസികളുടെ ഏറ്റുമുട്ടുന്ന ചില സംഘടനാ രംഗങ്ങളും അതുപോലുള്ള കുടുംബ പശ്ചാത്തലവും അതിന്റെ കണ്ണീരും കഥയും. കടലോരത്തെ സാധാരണക്കാരുടെ സങ്കടങ്ങളും പരാതികളുമാണ് അലകടൽ എന്ന സിനിമയുടെ പ്രമേയമെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. ബാലു CK, നിതിഷ എന്നിവരാണ് നായിക നായകന്മാർ. മനു വർമ്മ, നബിൻ ജമാൽ, ഇരിങ്ങൽ കൃഷ്ണരാജ്, വിനോദ് കോഴിക്കോട്, രാമചന്ദ്രൻ ചോറോട്, കോഴിക്കോട് ജയരാജ്, മുരളി കോവൂർ, ഡോക്ടർ അരവിന്ദ്, ടോം ദേവ്, നിലമ്പൂർ ആയിഷ തുടങ്ങിയവരും വിവിധ വേഷങ്ങളിലെത്തുന്നു. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, കാനേഷ് പൂനൂർ, സുജിത്ത് കറ്റോട് തുടങ്ങിയവരാണ് വരികൾ എഴുതിയത്. ഗോഡ്ബിൻ കക്കയം, നവോദയ ബാലകൃഷ്ണൻ, ഗിരീഷ് കൃഷ്ണ തുടങ്ങിയവർ ഈണം പകർന്ന ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. ഫെബ്രുവരി അവസാന വാരത്തിൽ സിനിമ തിയേറ്ററിൽ എത്തുമെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംവിധായകൻ ബാലു CK, സംഗീത സംവിധായകൻ നവോദയ ബാലകൃഷ്ണൻ, വരികൾ എഴുതിയ സുജിത്ത് കറ്റോട്, അഭിനേതാക്കളായ രാമചന്ദ്രൻ ചോറോട്, മുരളി കോവൂർ, ഇരിങ്ങൽ കൃഷ്ണരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടുവട്ടം പിന്നാണത്ത് ശ്രീ ഭഗവതി കാവിലെ തിറ താലപ്പൊലി മഹോത്സവം 2 ദിവസങ്ങളിലായി നടന്നു. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും പ്രസാദ ഊട്ടും ഒരുക്കി. തിറയാട്ടങ്ങളും നടന്നു. കാവുണർത്തലോടെ 2 ദിവസത്തെ ഉത്സവ ചടങ്ങുകൾക്ക് പിന്നാണത്ത് ഭഗവതി കാവിൽ തുടക്കമായി. മഹാഗണപതി ഹോമം, കലശം വരവ് ഉൾപ്പെടെ ചടങ്ങുകൾ നടന്നു. ഭക്തർക്കായി പ്രസാദ ഊട്ടും ഒരുക്കി. തിറയാട്ടങ്ങളും വിവിധ മൂർത്തി വെള്ളാട്ടുകളും അവതരിപ്പിച്ചു. രാത്രിയിൽ നടന്ന താലപ്പൊലിയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ അണിനിരന്നു. തുടർന്ന് ഗുരുതിയും നടന്നു. ഉത്സവ പരിപാടികൾക്ക് കമ്മിറ്റി പ്രസിഡന്റ് ദേവൻ, സെക്രട്ടറി വിമൽ ലാൽ, ട്രഷറർ ഗണേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാതിവില സ്കൂട്ടർ വിവാദവുമായി ബന്ധപ്പെട്ട് AN രാധാകൃഷ്ണനെ കുറിച്ച് ഒരു ആരോപണവും വന്നിട്ടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ബജറ്റിലെ അവഗണനയിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ജീവനക്കാരുടെ പ്രതിഷേധ ധർണ. തദ്ദേശ ഭരണം ഇല്ലാതാക്കുന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ മുസ്ലിം ലീഗ്. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവർ അനുഭവിക്കുന്ന നീതി നിഷേധത്തിനെതിരെ പരിവാർ കേരള ധർണാ സമരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.